ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ ഇങ്ങനെ പല പല ഫീൽഡിൽ എന്താ വർക്ക് ചെയ്യുന്നത്? അതായത് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫീൽഡിലുള്ള വർക്കല്ല. ഞാൻ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റോബോട്ടിക്സ്, പ്രോഗ്രാമിംഗ്, കോഡിംഗ് ഇങ്ങനെയുള്ള സെക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എല്ലാവർക്കും എൻ്റെ അക്കൗണ്ട് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം ഇന്നിപ്പോൾ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ ചെയ്യുന്നത് മെക്കാനിക് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കാർപ്പൻറ്റർ ആയിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ പല പല സംഭവത്തിൽ ഓടിയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ക്രേസാണ്. കാരണം എല്ലാവരും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ച സാധനങ്ങളല്ല. സോ മനുഷ്യൻ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ അത്ര വലിയ ഡീപ്പൊന്നുമില്ല. നമുക്കൊരു സാധനം അഴിച്ചു കഴിഞ്ഞാൽ തിരിച്ച് സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ചൊന്നും ക്ഷമ വേണം. കാരണം ക്ഷമയില്ലാണ്ട് നമുക്ക് ഈ പരിപാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഏത് കാര്യമാണെങ്കിലും ക്ഷമയില്ലാണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എഞ്ചിൻ വർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി. കാരണം ഇലക്ട്രോണിക്സ് എടുത്താൽ പോലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു സാധനം അടിച്ചു കത്തിപ്പം അതേ സെയിം സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് അത്രയും വലിയ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം പൊളിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പണിയേണ്ടി വരും. പിന്നെ എൻ്റെ ഒരു ക്രൈസ് എന്ന് വെച്ചാൽ ഞാൻ പണ്ടോട്ട് ഇങ്ങനെ ചെയ്ത് എനിക്കിങ്ങനെ ഇപ്പോൾ മെക്കാനിക്കലാണെങ്കിലും എന്നെക്കൊണ്ട്